നമ്മുടെ നാട്ടിൽ ഈ പട്ടികളുടെ വന്ധീകരണം എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി നടത്തി. പക്ഷേ എല്ലായിടത്തും പട്ടി പ്രസവിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വന്ധീകരണം അത്ര ശരിയായിട്ടില്ല എന്നൊരു സംശയമുണ്ട്. പിന്നെ എല്ലാത്തിനും അങ്ങ് വന്ധീകരിച്ച് കഴിഞ്ഞാൽ വംശനാശം സംഭവിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്നതെന്നൊക്കെയുള്ള ന്യായങ്ങളും അതിനപ്പുറത്തോട്ട് മറ്റ് പല കാര്യങ്ങളുമായിട്ട് പലരും അതുവഴി ഇതുവഴിയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഞാനൊരു കാര്യം പറയാം, വന്ധീകരിക്കേണ്ടത് ആൺപട്ടിയല്ല പെൺപട്ടിയായിരുന്നെങ്കിൽ കറക്റ്റായിട്ടേ പ്രസവം നടക്കത്തുള്ളൂ. ആൺപട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ ഒരു ലോക്കൽ ഏരിയ കുറച്ച് ആൺപട്ടികളെ ഇവർക്ക് കിട്ടി ഇവരതിനെയൊക്കെ വന്ധീകരിക്കും. ചിലപ്പോൾ പുതിയ ഒരെണ്ണം എവിടെ നിന്നെങ്കിലും ചാടി ഇറങ്ങി വന്നാൽ വരെ സംഭവം നടക്കും. പിന്നെ ഈ പെൺപട്ടി ഹീറ്റ് ആയാൽ എവിടെ നിന്നൊക്കെ ആൺപട്ടി വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പെൺപട്ടികളെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥിതി ചെയ്യേണ്ടത്. അവരുടെ യൂട്രസ് എടുത്ത് കളയണം. അതാണ് ആ സർജിക്കൽ പ്രൊസീജിയർ ചെയ്ത ഇവിടുത്തെ പാർട്ടിയുടെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു പെൺപട്ടിയെ വല്ലതും ഇതേപോലെ ചെയ്യാതെ വിടുക. അപ്പോൾ അവരതിനകത്ത് നല്ല മെയ്റ്റ് ചെയ്ത് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ അതിനകത്തുണ്ട്. പിന്നെ ഇതിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും പോരാ, വളർത്തണം ആളുകൾ. അതിനുള്ള പരിപാടി നോക്കിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇത്. ഈ സ്ട്രീറ്റ് ഡോഗ്സിന്റെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് അത് കുറഞ്ഞിരിക്കും. ഇനി ബുദ്ധിമുട്ടില്ലാത്ത ഏരിയകളാണെങ്കിൽ അവർ ആ പട്ടികളെ നല്ലപോലെ വളർത്തുന്ന സ്ഥലങ്ങളുണ്ട്. ചില നാട്ടിലാണ് ഈ പ്രശ്നം, ചില ആളുകൾക്കാണ് പ്രശ്നം, അല്ലാതെ എല്ലാവർക്കും പ്രശ്നമില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അവിടെ അവർക്ക് വേണ്ടത്. അവർക്ക് എന്തിനാ അങ്ങനത്തെ ആവശ്യങ്ങൾ? അല്ലാത്തവരുണ്ടല്ലോ.